ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. വീണ്ടും നമുക്ക് സഭയായിട്ട് ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവ വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിൾ സർവേയിലെ നാം ഹബക്കൂക്കിന്റെ പുസ്തകം വരെയാണ് നാം ചിന്തിച്ചത്. ഇന്ന് ഹബക്കൂക്കിന് ശേഷം അടുത്ത പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. എല്ലാ പ്രവാചക പുസ്തകങ്ങളെ പോലെ തന്നെ സെഫന്യാവിന്റെ പുസ്തകവും അതിന്റെ എഴുത്തുകാരനായിട്ടുള്ള സെഫന്യാവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചെറിയ പ്രവാചകന്മാരിൽ ഉൾപ്പെട്ട ഒരു പ്രവാചകനാണ് സെഫന്യാവും. അത് മാത്രമല്ല, പ്രവാസകാലത്തിന് മുമ്പുള്ള പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് സെഫന്യാവ് എന്ന് മാത്രമല്ല, പ്രവചന പുസ്തകങ്ങളിൽ പ്രവാസത്തിന് മുമ്പുള്ള പ്രവചന പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തേതും സെഫന്യാവ് എന്റെ പ്രവചനമാണ്. ആ പുസ്തകങ്ങളുടെ കണക്കില് പട്ടികയില് നമുക്ക് സെഫന്യാവിന്റെ പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സെഫന്യാവിനെ കുറിച്ച് ഒന്നാം അധ്യായം, ഈ സെഫന്യാവ് പ്രവചനം തുടങ്ങുന്നത് 1-ാം അധ്യായം 1-ാം വാക്യത്തില് നാം കാണുന്നത്, അവിടെ വായിക്കുന്നത്, യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിൽക്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോഴേ സെഫന്യാവ് രാജ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു സെഫന്യാവ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 5-ാം തലമുറയിൽപ്പെട്ട ആളായിരുന്നു സെഫന്യാവ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവ്. അപ്പോൾ ഹിസ്കിയാവ് മുതൽ 5-ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് സെഫന്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം യഹോവയാൽ സംരക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നാണ്. യഹോവയാൽ സംരക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നാണ് സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ അർത്ഥം നമുക്ക് 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 3-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത്, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. അപ്പോൾ യഹോവയുടെ കോപ ദിവസത്തിൽ മറിഞ്ഞിരിക്കാം, അതാണ് സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ അല്ലെങ്കിൽ യഹോവയാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്നാണ് സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനിയും ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ സെഫന്യാവിന്റെ പ്രവാചക കാലഘട്ടം അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നാം കാണുന്നുണ്ട് യഹൂദ രാജാവായ യോശിയാവിന്റെ കാലത്താണ്. 1-ാം അധ്യായം 1-ാം വാക്യം നാം നേരത്തെ വായിച്ചതാണ്. ഇങ്ങനെയാണ്, യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത്. അപ്പോൾ യഹൂദ രാജാവായ യോശിയാവിന്റെ കാലത്താണ് സെഫന്യാവ് തന്റെ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചത്. യോശിയാവിന്റെ അല്ലെങ്കിൽ യോശിയാവ് രാജാവായിട്ട് വാണ സമയം എന്ന് പറയുന്നത് BC 640 മുതൽ BC 608 വരെയുള്ള സമയമാണ്. BC 640 മുതൽ 608 വരെയുള്ള സമയമാണ് യോശിയ രാജാവിന്റെ സമയം, വാഴ്ചയുടെ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതില് BC 21-ലാണ് യോശിയാവ് നവീകരണം ആരംഭിച്ചത്. യഹൂദയിലും നവീകരണം ആരംഭിച്ചത് BC 621-ലാണ്. അപ്പോൾ ഈ നവീകരണം, യോശിയാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ നവീകരണത്തിന് മുമ്പാണ് സെഫന്യാവ് പ്രവചന ശുശ്രൂഷ നടത്തിയത് അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സെഫന്യാവിന്റെ പ്രവചന കാലഘട്ടം എന്ന് പറയുന്നത് BC 640 മുതൽ BC 621 വരെയുള്ള സമയമാണ്. BC 640 മുതൽ BC 621 വരെയുള്ള സമയമാണ് സെഫന്യാവിന്റെ പ്രവചന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയം, ആ സമയം എന്ന് പറയുന്നത് യഹൂദ ജനം അല്ലെങ്കിൽ യഹൂദയുടെ നില വളരെ അധപ്പതിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ജനം ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് തിരികെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഹിസ്കിയാവ് നല്ലൊരു രാജാവായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന്റെ മകൻ മനശ്ശെ ഏറ്റവും
ദുഷ്ടനായിട്ടുള്ള രാജാവായിരുന്നു. മനശ്ശെ പോലെ ദുഷ്ടനായ രാജാവ് യഹൂദയിൽ മറ്റു വേറെ ഉണ്ടായിരുന്നു എന്ന സംശയമാണ്. അതുപോലെ ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു മനശ്ശെയുടെ മകനായിരുന്നു ആമോൻ. 2 വർഷമേ പ്രവർത്തിച്ചുള്ളെങ്കിലും രാജാവായിട്ടിരുന്നുള്ളെങ്കിലും ആ മനശ്ശെ ചെയ്തതെല്ലാം താനും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ആണ് യോശിയാവിന്റെ കാലഘട്ടം. യോശിയാവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നവീകരണ കാലഘട്ടമായിരുന്നു. എന്നാല് ആ സമയത്തും അവര് ദൈവത്തിൽ നിന്ന് അകന്ന് അധപ്പതിച്ച ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദയുടെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ നില എന്ന് പറയുന്നത് വളരെ അധപ്പതിച്ചിരുന്നു. അത് നമുക്ക് ഈ പ്രവചനത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ചില വാക്യങ്ങൾ നമുക്ക് വേദഭാഗങ്ങൾ ഇതിനോട് ബന്ധം നമ്മൾ വായിക്കാം. 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു: ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലന്റെ ശേഷിപ്പിനെ പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യങ്ങളെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ടു പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെ കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. നമുക്ക് അവരുടെ ആ ഒരു അവസ്ഥ, യഹൂദ ജനത്തിന്റെ അവസ്ഥ അത് എപ്രകാരമാണ് എന്ന് അവരുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നാം കാണുക. പിന്നീട് അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്: എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രമുഖന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. പിന്നീട് അങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ അധപ്പതിച്ച ഒരു നിലയിൽ, ദൈവത്തിൽ നിന്ന് അകന്ന് അധപ്പതിച്ച ഒരു നിലയിലായിരുന്നു ഈ യഹൂദ ജനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, യെരമ്യാ പ്രവചനത്തിൽ നാം നോക്കുമ്പോൾ യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 2-ാം അധ്യായം, യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അവരുടെ നിലവാരം അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെരമ്യാവ് 2:11 മുതൽ 13 വരെ. ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവൻ ദേവന്മാരല്ല താനും. എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആകാശമേ, ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇവിടെ നാം അവരുടെ അവസ്ഥ നാം കാണുന്നുണ്ട്. എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇതെങ്കിൽ വിസ്മയിച്ച് ശ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകുക എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയെ എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ വിട്ട്, യഹോവയെ വിട്ട് അന്യദേവന്മാരെ സേവിക്കുകയും വിഗ്രഹങ്ങളുടെ പുറകെയും പോകുന്ന ആ ഒരു ദയനീയ സമയമാണ് ഈ സെഫന്യാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സെഫന്യാവ് നമ്മൾ ചിന്തിച്ചതുപോലെ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഹിസ്കിയാ രാജാവിന്റെ പിൻതലമുറക്കാരനായിരുന്നു. അതായത് ഹിസ്കിയാ രാജാവ് മുതൽ 5-ാം തലമുറയിൽപ്പെട്ട വ്യക്തിയായിരുന്നു സെഫന്യാവ്. അതുകൊണ്ട് രാജകുടുംബത്തിൽ പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ സമയത്തെ യഹൂദ രാജാവായ യോശിയാവിലും അതുപോലെ കൊട്ടാരത്തിലും തനിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് യോശിയാവിനെ കൊണ്ട് നവീകരണം ചെയ്യിക്കുവാനായിട്ട് തനിക്ക്, അതുപോലെ ആ നവീകരണം നടപ്പാക്കുവാനായിട്ട് സെഫന്യാവിന് സാധിച്ചു. യോശിയാവിനെ കുറിച്ചറിയാം, യോശിയ രാജാവിനെ കുറിച്ച് നമുക്കറിയാം. വളരെ നവീകരണം കൊണ്ടുവന്ന ഒരു രാജാവായിട്ടാണ് യോശിയ രാജാവ് ആയിരിക്കുന്നത്. യോശിയാവിനെ പോലെ നല്ലൊരു രാജാവ് അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടായിട്ടില്ല എന്നാണ് യോശിയ രാജാവിനെ കുറിച്ച് സാക്ഷ്യം നാം കാണുന്നത്.
അതുകൊണ്ട് ഈ യോശിയാവ് ഇത്ര വലിയ നവീകരണം കൊണ്ടുവന്നു. ആ യോശിയാവിന്റെ പിൻപിൽ അല്ലെങ്കിൽ യോശിയാവിനെ കൊണ്ട് നവീകരണം നടപ്പാക്കുവാനായിട്ട്, അതിന് സ്വാധീനം ചെലുത്തുവാനായിട്ട് സെഫന്യാ പ്രവാചകന് സാധിച്ചു. കാരണം സെഫന്യാവിന് ആ നിലയിൽ രാജകൊട്ടാരത്തിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, യെരമ്യാ പ്രവാചകൻ സെഫന്യാവിന്റെ സമകാലികനായി. യെരമ്യാ പ്രവചനം നാം പഠിക്കുമ്പോൾ യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യെരമ്യാവിന്റെ കാലഘട്ടവും ഇതേ സമയമായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെരമ്യാവ് 1-2 വാക്യങ്ങൾ: ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്യാവിന്റെ മകനായ യെരമ്യാവിന്റെ വചനങ്ങൾ. അവന് യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അപ്പോൾ യെരമ്യാ പ്രവാചകന്റെ സമകാലികനായിരുന്നു സെഫന്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്താണ് തങ്ങളുടെ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ഘടന എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പുസ്തകമാണ്. സെഫന്യാവിന്റെ പുസ്തകം എന്ന് പറയുന്നത് 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 3 അധ്യായങ്ങളും 53 വാക്യങ്ങളും മാത്രമുള്ള ചെറിയ ഒരു പുസ്തകമാണ് സെഫന്യാവിന്റെ പ്രവചനം എന്ന് പറയുന്നത്. ഇനി ഈ സെഫന്യാവിന്റെ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ഉദ്ദേശം എന്നുള്ള വിഷയത്തിൽ നമ്മൾ വരികയാണെങ്കിൽ, നമുക്കറിയാം യോശിയാവിന്റെ കാലം എന്ന് പറയുന്നത് ഒരു ഉണർവിന്റെ, നവീകരണത്തിന്റെ കാലമായിരുന്നു. എന്നാൽ യോശിയാവിന്റെ സമയം ഉണർവ് കാലമായിരുന്നെങ്കിലും ജനത്തിന്റെ ആത്മീയ നില വളരെ അധപ്പതിച്ചിരിക്കുന്ന, വളരെ ദയനീയമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ യഹോവയുടെ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ യഹോവയുടെ ദിവസം വരുവാൻ പോകുന്നു, ആ ന്യായവിധി വരാൻ പോകുന്നു, ആ ന്യായവിധിയെക്കുറിച്ച് ഈ യഹൂദ ജാതിയെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും സെഫന്യാവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദൈവത്തെ വിട്ട് അന്യദേവന്മാരെ പിൻപേ പോവുകയും ദൈവത്തിന്റെ കൽപ്പനകളെ വഴികളെ വിട്ടുപോവുകയും ചെയ്ത ദൈവത്തിന്റെ ജനം, അതായത് യഹൂദ ജനത്തിന് മേൽ വരുവാൻ പോകുന്ന ഭയങ്കരമായിട്ടുള്ള ന്യായവിധി, അല്ലെങ്കിൽ യഹോവയുടെ ദിവസം വരുവാൻ പോകുന്നു, അത് അവരെ അറിയിക്കുക, അതായിരുന്നു പ്രധാനമായിട്ടുള്ള സെഫന്യാവിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഭൂതലത്തെ മുഴുവൻ വ്യാപിക്കുന്നതായിട്ടുള്ള യഹോവയുടെ ക്രോധ ദിവസം അത് വരുവാനായിട്ട് പോകുന്നു. യഹൂദ ജാതിയെ മാത്രമല്ല, ഭൂതലത്തിൽ മുഴുവനും എല്ലാ ആളുകളെയും, എല്ലാത്തിനെയും, ഭൂതലത്തെ മുഴുവനായിട്ടും ബാധിക്കാൻ ഉള്ള യഹോവയുടെ ക്രോധ ദിവസമായിരിക്കും അത് എന്ന് സെഫന്യാവ് ഓർപ്പിക്കാം. 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ ഭൂതലത്തിൽ നിന്നും സകലത്തെയും സംഭരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഭരിക്കും. ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഭരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിലെ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും ഒക്കെ നശിപ്പിച്ചു കളയുമെന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭൂതലത്തെ മുഴുവൻ വ്യാപിക്കുക, അത് യഹൂദ ജാതിയെ മാത്രമല്ല, അത് ഭൂതലത്തിൽ സകലത്തെയും സംഭരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് മാത്രമല്ല, മനുഷ്യരെയും മൃഗങ്ങളെയും സംഭരിക്കും. ആകാശത്തിലെ പറവകജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഭരിക്കും. സകലത്തെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പറവജാതികളെയും മത്സ്യങ്ങളെയും എല്ലാം നശിപ്പിക്കുന്ന യഹോവയുടെ വലിയ ക്രോധ ദിവസം അത് വരുവാനായിട്ട് പോകുന്നു എന്ന് ഇവിടെ താന് ഓർപ്പിക്കുക. അത് മാത്രമല്ല, ഇത് എല്ലാവരെയും ഇത് ബാധിക്കും. യെരൂശലേമിനെയും യഹൂദയെയും ബാധിക്കും, പുറജാതികളെയും അത് ബാധിക്കും. പുറജാതികളെ പ്രധാനമായിട്ടും ഫെലിസ്ത്യര്, അതുപോലെ മോവാബ്യര്, ഇവരെയൊക്കെ അത് ബാധിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും.
എന്നാൽ യഹൂദ ജാതി ദൈവത്തിന്റെ സ്വന്തം ജനം അവര് മടങ്ങി വരുമെങ്കില് ഇസ്രയേലിൽ ഒരു ശേഷിപ്പ് രക്ഷിക്കപ്പെടും, അവര് രക്ഷിക്കപ്പെടും എന്നുള്ള സന്ദേശവും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അവസാനത്തില് 3-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ അവസാനത്തെ ഭാഗത്തിൽ അതാണ്. അവര് ഒരു ശേഷിപ്പിനെ ദൈവം മാറ്റിവെക്കുകയും അതുപോലെ മശിഹ രാജാവായിട്ട് രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഹര കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് യഹോവയുടെ ദിവസം എന്നുള്ളതാണ്. യഹോവയുടെ ദിവസം വരുന്നു. നാം മുമ്പ് മറ്റു പുസ്തകങ്ങൾ നാം ചിന്തിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ന്യായവിധിയുടെ ദിവസമാണ്. പ്രധാനമായിട്ടും ന്യായവിധിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യായവിധി വരുവാനായിട്ട് പോകുന്നു, യഹോവയുടെ ദിവസം അത് വരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വിഷയം. അതിന് വേറൊരു ഒരു പ്രയോഗം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഹോവയുടെ തീഷ്ണതാഗ്നി വരുന്നു. അത് നാം 3-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായം 8-ാം വാക്യം, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവ്വഭൂമിയും എന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി തീരും. ഇപ്പോൾ യഹോവയുടെ തീഷ്ണതാഗ്നി വരുവാനായിട്ട് വന്നു. സകല ലോകവും സകലവും അതിന് ഇരയായിട്ട് തീരും എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെ എഴുത്തുകാരനെ കുറിച്ച് നാം ചിന്തിച്ചത്, ഈ പുസ്തകത്തിലെ എഴുത്തുകാരൻ നമുക്കറിയാം യോശിയാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനായ രാജകുടുംബത്തിൽപ്പെട്ട പ്രവാചകനായ സെഫന്യാവാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ പ്രവാചക പുസ്തകങ്ങളും അതിന്റെ എഴുത്തുകാരുടെ പേരുകളിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള സെഫന്യ പ്രവാചകന്റെ പേരിലാണ് ഈ പ്രവചന പുസ്തകം അറിയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക്, കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കത്തിലേക്ക് നാം വരികയാണെങ്കിൽ അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 7 വരെ ഉള്ള ഭാഗത്ത് 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 7 വരെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദിവസം എന്നുള്ളതാണ്. യഹോവയുടെ ദിവസം അല്ലെങ്കിൽ യഹോവയുടെ തീഷ്ണത അഗ്നി, അത് വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ, പിന്നീട് 3-ാം അധ്യായം 1 മുതൽ 7-ാം വാക്യം വരെ, 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3 വരെയും, പിന്നീട് 3-ാം അധ്യായം 1 മുതൽ 7 വരെയും നാം വായിക്കുമ്പോൾ അവിടെ യെരൂശലേമിന്റെയും യഹൂദയുടെയും മേലുള്ള ന്യായവിധിയിൽ യഹോവയുടെ ദിവസം, യഹൂദയുടെയും യെരൂശലേമിന്റെ മേൽ വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസം, ആ ഭയങ്കരമായിട്ടുള്ള ന്യായവിധിയാണ് നാം ഈ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ കാഠിന്യം എപ്രകാരമായിരിക്കും? നാം ഇതിനോടകം തന്നെ പല വാക്യങ്ങൾ നാം അതിനോട് ബന്ധത്തിൽ വായിച്ചു. എത്രമാത്രം കാഠിന്യമുള്ളതായിരിക്കും യഹോവയുടെ തീഷ്ണതാഗ്നി അല്ലെങ്കിൽ ആ യഹോവയുടെ ദിവസം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തില് നാം വായിക്കുന്നത് അതിന്റെ കാഠിന്യം, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബലപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. 15-ാം വാക്യം, ആ ദിവസം ക്രോധ ദിവസവും കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏറ്റവും കഠിനമേറിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ദിവസമായിരിക്കും യഹോവയുടെ ദിവസം, ആ ന്യായവിധിയുടെ ദിവസം എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദിവസം വരാൻ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇവര് ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ ഉപേക്ഷിച്ച് അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മധ്യത്തിലും അവര് പറയുന്ന ഒരു കാര്യം, യഹോവ ഗുണമോ ദോഷമോ ചെയ്യില്ല. നാം എന്ത് തന്നെ ചെയ്താലും യഹോവ ഗുണമോ ദോഷമോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു. 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. 1-ാം അധ്യായം 12-ാം വാക്യത്തില്, ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ
സന്ദർശിക്കുകയും ചെയ്യും. അപ്പോൾ യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് പറയുന്നവർ ഉണ്ട്. പുരുഷന്മാർ അവരുടെ മധ്യത്തിൽ ഉണ്ടായ നാം എന്ത് ചെയ്താലും ദൈവം ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, നമുക്കൊന്നും ഭവിക്കാനായിട്ട് പോകുന്നില്ല, ദൈവം ഗുണമോ ദോഷമോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് കൊണ്ട് ജീവിക്കുന്ന മുമ്പോട്ട് പോകുന്ന പുരുഷന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ ദിവസം അത് വരിക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്താലും യഹോവയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ദൈവഭയം ഇല്ലാത്ത ഒരു ജനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവഭയം ഇല്ലാതെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ജനത്തെ ശിക്ഷിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ജനം ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. ആ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടയിലും നാം നോക്കുകയാണെങ്കിൽ ദൈവഭയം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തോടുള്ള ഭയം ഇല്ലാത്ത ഒരു സമയം, ദൈവഭയം അത് ഒട്ടുമില്ലാതെ ആയിരിക്കുന്ന, ദൈവഭയം ഇല്ലാത്ത ഒരു അവസ്ഥ ദൈവജനത്തിന്റെ ഇടയിൽ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളെയും വളരെ ലാഘവത്തോടുകൂടെ, എല്ലാ ആത്മീയ സത്യങ്ങളെയും ലാഘവത്തോടുകൂടെ കാണുന്ന ഒരു കൂട്ടം വിശ്വാസികളെ, ദൈവഭയം ഇല്ലാത്ത ഒരു തലമുറയെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം വളരെ ഭയത്തോടെ നാം ആയിരിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് എന്ന് ഈ പുസ്തകം നമ്മെ ഓർപ്പിക്കുക. പിന്നീട് 2-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ആദ്യമായിട്ട് നാം കണ്ടത് യെരൂശലേമിന്മേലും യഹൂദയുടെ മേലും വരുന്ന ആ ന്യായവിധിയിൽ യഹോവയുടെ ദിവസം എന്നുള്ളതാണ് നാം ആദ്യമായിട്ട് കണ്ടത്. പിന്നെ 2-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ചുറ്റുമുള്ള ജാതികളുടെ മേൽ ഉള്ള ന്യായവിധിയിൽ യഹോവയുടെ ദിവസം, അല്ലെങ്കിൽ യഹോവയുടെ തീഷ്ണതാഗ്നി യെരൂശലേമിനും യഹൂദയുടെ മേൽ മാത്രമല്ല, ചുറ്റുമുള്ള ജാതികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലും ആ യഹോവയുടെ ഭയങ്കരമായിട്ടുള്ള ദിവസം വരും എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് അന്യദേവന്മാരെ സേവിക്കുകയും അതുപോലെ ഒക്കെ ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിനായി ദൈവം ചെയ്യുന്ന ഒരു കാര്യം നാം പഴയ നിയമത്തിലൊക്കെ നാം കാണും. ദൈവത്തെ അവർ വിടുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ വിട്ട് അവർ പോകുമ്പോൾ അവരെ ശിക്ഷിക്കാനായിട്ട് ദൈവം അവരെ അന്യജാതിക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കും. മറ്റുള്ള ജാതികളുടെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിക്കും. എന്നാൽ ആ അന്യജാതിക്കാര് ഇവരോട് അല്ലെങ്കിൽ ദൈവജനത്തോട് അന്യായം പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ ജാതികളെയും ശിക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെ ശിക്ഷിക്കാനായിട്ട് ദൈവം അന്യജാതികളുടെ കയ്യിൽ ഇവരെ ഏൽപ്പിക്കും. എന്നാൽ ഇവരോട് അന്യായം പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന്റെ ജനത്തോട് അവർ അന്യായം പ്രവർത്തിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പ്രവർത്തനത്തെ നാം കാണുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നാം വായിക്കുന്നത്, മോവാബിന്റെ ധിക്കാരവും അമോന്യർ എന്ന ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളെയും ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ജാതികൾ, മറ്റുള്ള ആളുകൾ ദൈവത്തിന്റെ ജനത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ദൈവം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ദൈവം അറിയുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ദൈവജനമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മെ നിന്ദിക്കുന്നവരെ, നമ്മെ ദ്രോഹിക്കുന്നവരെ, നമുക്കെതിരായിട്ട് ചിന്തിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ ഇന്ന് അനേകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് നാം ചിന്തിക്കാനായിട്ട് പാടില്ല. ദൈവം എല്ലാം അറിയുന്നു, ദൈവം എല്ലാം കേൾക്കുന്നു, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കുവാനായിട്ട്, ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവജനത്തെ പീഡിപ്പിക്കുകയും ദൈവജനത്തെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ദൈവം അത് എന്നേക്കും നോക്കി നിൽക്കുകയില്ല. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപം പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീഷ്ണാഗ്നിക്ക് ഇരയായി തീരും. അപ്പോൾ
സകല ഭൂമിയും എന്റെ തീഷ്ണാഗ്നിക്ക് ഇരയായിട്ട് തീരും. അതുകൊണ്ട് ആ ദിവസം വരെ കാത്തിരിപ്പീൻ എന്ന് യഹോവയുടെ അരുളപ്പാട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ ദിവസം ഈ അത് യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും ഉണ്ടാകും. എല്ലാ ജാതികളുടെ മേലും, ചുറ്റുമുള്ള ജാതികളുടെ മേലും യഹോവയുടെ ദിവസം അല്ലെങ്കിൽ യഹോവയുടെ ആ ന്യായവിധിയുടെ ദിവസം തീഷ്ണാഗ്നി ഉണ്ടാകും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാം അധ്യായം 8 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യഹോവയുടെ ക്രോധം ശമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീഷ്ണതാഗ്നി ശമനം എന്നുള്ള വിഷയം, അല്ലെങ്കിൽ യഹോവയുടെ തീഷ്ണതാഗ്നി ശമിക്കുന്നതായിട്ട്, യഹോവയുടെ ക്രോധം ശമിക്കുന്നതായിട്ട് 3-ാം അധ്യായം 8 മുതൽ 20 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ വലിയ ശിക്ഷ ദൈവജനത്തിന്റെ മേലുണ്ടായി. ആ ശിക്ഷയുടെ ഫലമായിട്ട് വലിയൊരു മാനസാന്തരം അവർക്ക് ഉണ്ടാകും. വലിയൊരു മാനസാന്തരം ഉളവായി. 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തില് നാം വായിക്കുമ്പോൾ 3-ാം അധ്യായം 9-ാം വാക്യം, അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായിട്ടുള്ള അധരങ്ങളെ വരുത്തും. എല്ലാ ജാതികളും അത് യഹോവയിലേക്ക് തിരിയും. സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായിട്ടുള്ള അധരങ്ങളെ വരുത്തും. പിന്നീട് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ദൈവജനത്തിന്റെ അവർക്ക് വരുവാൻ പോകുന്ന ഒരു മാനസാന്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിലുണ്ടാകുകയില്ല, അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തിയില്ല. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. അപ്പോൾ ആ നിലയിൽ അവർക്ക് വലിയ മാനസാന്തരം ഉണ്ടാകുകയും അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരികയും ചെയ്യുന്ന കാഴ്ച, ഇങ്ങനെ ദൈവത്തിന്റെ തീഷ്ണാഗ്നി ശമിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആത്യന്തികമായിട്ട് നടപ്പാവുന്നത്, ഇത് സംഭവിക്കുന്നത് മശീഹ രാജാവായിട്ട് ഈ ലോകത്തിൽ വരികയും 1000 ആണ്ട് ഭരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ നിലയിലുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ ആ ഒരു ഉഗ്ര കോപം അത് ശമിക്കുന്നു. അത് മാത്രമല്ല, ദൈവകോപം ശമിച്ചത് കൊണ്ട് വലിയ സന്തോഷവും ഉണ്ടായിരിക്കാം. വലിയ സന്തോഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സന്തോഷം പിന്നെ ആ ദൈവകോപം ശമിച്ചു, അവർക്ക് മാനസാന്തരം ഉണ്ടായി, അവര് മടങ്ങി വന്നു. അപ്പോൾ വലിയ സന്തോഷമുള്ളതായി. അതിന്റെ 3-ാം അധ്യായം 14 മുതൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ 14 മുതൽ 17 വരെ, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അപ്പോൾ ദൈവം യഹോവ അവരിൽ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ കാഴ്ച, ആ പര്യവസാനം നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവചനം, ഈ ചെറിയ പ്രവചന പുസ്തകം അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സെഫന്യ പ്രവചനത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് വളരെ വേഗം നാം കടന്നു വരികയാണെങ്കിൽ, ഈ പ്രവചനത്തിലുള്ള ചില പ്രത്യേകതകളെ കുറിച്ച് വരികയാണെങ്കിൽ, ഈ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ 4 തലമുറകൾ പിന്നോട്ട് ഹിസ്കിയ രാജാവ് വരെയുള്ള വംശാവലി ഇവിടെ പറയുന്നുണ്ട്. സെഫന്യാവ് തന്റെ വംശാവലി പറയുമ്പോൾ ഹിസ്കിയ രാജാവ് വരെയുള്ള വംശാവലി, 4 തലമുറകൾ പുറകോട്ടുള്ള ഹിസ്കിയ രാജാവ് വരെയുള്ള വംശാവലി പറയുന്നു. അങ്ങനെ വംശാവലി പറയുന്ന, അല്ലെങ്കിൽ 4 തലമുറകൾ പിന്നോട്ട് പോയി വംശാവലി പറയുന്ന ഒരേ ഒരു പ്രവാചകനാണ് സെഫന്യാവ്. വേറൊരു പ്രവാചക പുസ്തകത്തിലും വേറൊരു പ്രവാചകനെ നമുക്ക് ആ നിലയിൽ കാണുന്നില്ല. അതുകൊണ്ട് ആ നിലയിൽ വംശാവലി പറയുന്ന പ്രവാചകനായിട്ട് നമുക്ക് സെഫന്യാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത, യഹോവയുടെ ദിവസം എന്നുള്ള പ്രയോഗം 7 പ്രാവശ്യം
ഈ ചെറിയ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദിവസമാണ്. 7 പ്രാവശ്യം ഈ പ്രയോഗം നമുക്ക് കാണാം. അത് നമുക്ക് ഒന്ന് വായിക്കാം. 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അതിന്റെ 8-ാം വാക്യം, എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും കുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുക എവരെയും സന്ദർശിക്കുന്നു. അവിടെയും യഹോവയുടെ ദിവസം എന്ന് കാണാം. പിന്നെ 1-ാം അധ്യായം 14-ാം വാക്യത്തില് 2 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടിരിക്കുന്നു, കേട്ടോ യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. അപ്പോൾ അവിടെ 2 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്ന് കാണുന്നു. പിന്നീട് 1-ാം അധ്യായം 18-ാം വാക്യത്തില് യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല. പിന്നെ 2-ാം അധ്യായം 2-ാം വാക്യം, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ നമുക്ക് കാണാം. പിന്നീട് 2-ാം അധ്യായം 3-ാം വാക്യം, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവർ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. അപ്പോൾ യഹോവയുടെ ദിവസം എന്നുള്ള വാക്ക്, ആ പ്രയോഗം 7 പ്രാവശ്യം ഈ പുസ്തകത്തിൽ, ഈ ചെറിയ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞാൽ യഹോവയുടെ ന്യായവിധിയുടെ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. യഹോവ ശിക്ഷിക്കുന്ന ദിവസമാണ്, ന്യായവിധിയുടെ ദിവസമാണ്. അവിടെ നാം ചിന്തിച്ചതുപോലെ പുറജാതികളെ മാത്രമല്ല, യെരുശലേമിനെയും യഹൂദയെയും ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിന്റെ ശേഷിപ്പിനെ പുരോഹിതന്മാരുടെ പൂജാരികളുടെ പേരിനെയും നശിപ്പിക്കും. അവിടെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിൽ നിന്ന് യഹോവയുടെ വരാൻ പോകുന്ന ക്രോധ ദിവസത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് യഹോവയെ അന്വേഷിക്കണം എന്നുള്ള സന്ദേശവും ഇവിടെ പ്രവാചകൻ നൽകുന്നുണ്ട്. യഹോവയെ അന്വേഷിക്കേണ്ടെന്ന ആവശ്യകത അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യത്തില് നമുക്കത് കാണാനായിട്ട് സാധിക്കും. നിങ്ങള് സൗമ്യത അന്വേഷിപ്പിൻ. അപ്പോൾ യഹോവയെ അന്വേഷിക്കുക, അവനെ അന്വേഷിപ്പിൻ. ന്യായം പ്രവർത്തിക്കുന്നവരെ ഭൂമിയിലെ സകല സൗമ്യന്മാരായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിക്കും. അപ്പോൾ യഹോവയെ അന്വേഷിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള ഏക പോംവഴി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാമത്തെ പ്രത്യേകത, ഈ പുസ്തകത്തിന്റെ സെഫന്യാ പ്രവാചകനെ സാർവജനിക പ്രവാചകൻ എന്ന് വിളിക്കുന്നുണ്ട്. സാർവജനിക പ്രവാചകൻ എന്ന് സെഫന്യാ പ്രവാചകനെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ സെഫന്യാ പ്രവാചകൻ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം യഹൂദരോടും ജാതികളോടും സർവരോടും ഒരുപോലെ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. തന്റെ പ്രവചനം യഹൂദയോടും യെരുശലേമിനോടും മാത്രമല്ല, അവരോട് ചേർന്ന് നടന്ന രാജ്യങ്ങളോട് മാത്രമല്ല, സകല മനുഷ്യരോടും സകലരോടും ഒരുപോലെ പ്രവചിച്ച പ്രവാചകനം. 1-ാം അധ്യായം 2 മുതൽ 4 വാക്യങ്ങളില് നാം വായിച്ചതുപോലെ, അതുപോലെ അവിടെ നാം വായിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങളും എല്ലാം തന്റെ പ്രവചനത്തിൽ ഉൾപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാറ്റിന്മേലും യഹോവയുടെ ദിവസം വരും. മനുഷ്യരുടെ മേൽ മാത്രമല്ല, മൃഗങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും മത്സ്യങ്ങളുടെ മേലും ഇവരെല്ലാം മുകളിൽ ദൈവത്തിന്റെ ആ ക്രോധ ദിവസം വരും. അതുകൊണ്ട് സെഫന്യാവിനെ സാർവജനിക പ്രവാചകൻ എന്ന് അറിയപ്പെട്ടിരുന്നു, തന്നെ വിളിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ 4-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സെഫന്യാവ് ധീരതയുടെ ഒരു പ്രവാചകനാണ്. ധീരതയുടെ പ്രവാചകൻ, അതായത് രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് താന് പ്രവചിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും എല്ലാം അവരുടെ മേൽ വരാൻ പോകുന്ന ദൈവത്തിന്റെ ആ ക്രോധ ദിവസത്തെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ നമുക്ക് കാണാം. 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല, സർവ്വഭൂമിയും അവന്റെ തീഷ്ണാഗ്നി അഗ്നിക്ക് ഇരയായി തീരും, സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. അപ്പോൾ ആ നിലയിൽ എല്ലാവർക്കും, രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് താനെ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് 5-ാമതായിട്ട്, സെഫന്യാവ് രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. എസ്കിയാ രാജാവിന്റെ പിൻതലമുറക്കാരനാണ് ഈ സെഫന്യാവ്. എന്നാൽ രാജകുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും
രാജകുമാരന്മാരുടെയും രാജാക്കന്മാരുടെയും ഒന്നും പാപങ്ങൾക്ക് താൻ നിൽക്കുന്നില്ല. അവർക്കെതിരെയും പ്രവചിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. അപ്പോൾ രാജകുടുംബാംഗങ്ങളാണെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും താന് അവരുടെ പാപങ്ങൾക്ക് നിൽക്കാതെ ദൈവത്തിന്റെ വചനം അവരോട് അറിയിക്കേണ്ടുന്നത് അത് മുഖപക്ഷം കൂടാതെ അറിയിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഈ പുസ്തകത്തിന്റെ കീവേഡ് അല്ലെങ്കിൽ താക്കോൽ വാക്ക്, പ്രധാന വാക്ക് എന്ന് പറയുന്നത് യഹോവയുടെ ദിവസം എന്നുള്ളതാണ്. നാം ചിന്തിച്ചതാണ്. 7 പ്രാവശ്യം ആ പ്രയോഗം ഈ പുസ്തകത്തിൽ കാണാം. അത് മാത്രമല്ല യഹോവയുടെ ദിവസത്തെ കുറിച്ചുള്ള വിവരണം ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ ദിവസം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ കീവേഡ് അല്ലെങ്കിൽ പ്രധാന വാക്ക് എന്ന് പറയുന്നത്. അതുപോലെ പ്രധാന വാക്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ, അതുപോലെ 2-ാം അധ്യായം 3-ാം വാക്യം. 1-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്തു അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. അതുപോലെ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ന്യായം പ്രവർത്തിക്കുന്നവരായ ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, പക്ഷെ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറിഞ്ഞിരിക്കാം. അപ്പോൾ യഹോവയെ അന്വേഷിക്കുകയാണെങ്കിൽ യഹോവയുടെ കോപ ദിവസത്തിൽ നിങ്ങൾക്ക് മറിഞ്ഞിരിക്കാം. യഹോവയുടെ ക്രോധ ദിവസം എന്തായാലും വരും, ദൈവത്തിന്റെ ന്യായവിധി എന്തായാലും വരും, പക്ഷേ അതിൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെഫന്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥവും യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ. അപ്പോൾ ദൈവത്തിന്റെ ആ ക്രോധ ദിവസത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ പിൻപറ്റുന്നവരെ മറയ്ക്കും എന്നുള്ള സന്ദേശവും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും കർത്താവിനെ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രക്ഷിക്കുന്ന വീരനായി സിയോന്റെ മധ്യേ വസിക്കുന്ന ദൈവമായിട്ട് മശിഹ ആയിട്ട് രാജ്യം സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ ആ രാജ്യഭാരം ഏറ്റെടുക്കുന്ന, അവരെ നീതിയോടെ നയിക്കുന്ന ആ ഒരു മശിഹയായിട്ട് നമുക്ക് കർത്താവിനെ ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അപ്പോൾ ആ നിലയിൽ മശിഹ രാജ്യഭാരം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അവരെ ആ നിലയിൽ വാഴുന്ന മശിഹായെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെഫന്യാവിന്റെ ഈ ചെറിയ പുസ്തകത്തിൽ നിന്ന് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം വരുവാൻ പോകുന്ന, അവരുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ഇവിടെ സെഫന്യാവ് ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അതിന്റെ മധ്യത്തിൽ യഹോവയെ അന്വേഷിക്കുകയാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ അവർക്ക് മറഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു സന്ദേശം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ദൈവഭയം നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവജനം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം, വിശ്വസ്തരായിട്ട് നമുക്ക് മുന്നേറാം. ദൈവം അതിന് എല്ലാ കൃപയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടും.